ചന്ദ്രലേഖയും ചന്ദ്രലേഖ പാടിയ രാജഹംസമേ എന്ന പാട്ടും ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. പാട്ടുകാരിയായ ഒരു വീട്ടമ്മയുടെ ജീവിതത്തെ അറിയുകയാണ് ഇന്ന് സ്ത്രീ. രാജഹംസമേ മഴവിൽ കൂടെ സ്നേഹദൂതുമായി വരുമോ? കേവലം ഒരാഴ്ച കൊണ്ട് തനിക്കും തന്റെ അമ്മയ്ക്കും എന്താണ് സംഭവിച്ചതെന്നറിയാതെ പകച്ചിരിക്കുകയാണ് ശ്രീഹരി എന്ന 3 വയസ്സുകാരൻ. ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് താരമായ ചന്ദ്രലേഖയുടെ മകനാണിത്. മകനെ പോലെ തന്നെ അങ്കലാപ്പിലാണ് ചന്ദ്രലേഖയും. 7-8 ദിവസമായി ചന്ദ്രലേഖയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സ്വീകരണ സംഘങ്ങളാണ്. സ്വതന്ത്രമായി ഒരു നിമിഷം പോലും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങളുടെ സംഘത്തിന് അവർക്കൊപ്പം കൂടേണ്ടി വന്നു. സമയം ഉച്ചയ്ക്ക് 12:30. അടൂർ TV ജംഗ്ഷൻ. ജന്മനാടായ അടൂരിലെ നാട്ടുകാരും നവജ്യോതി ക്ലബ്ബും സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിലേക്ക് ചന്ദ്രലേഖ എത്തുന്നതും കാത്ത് നിമിഷങ്ങൾ. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയല്ല ഈ ജനങ്ങൾ കാത്തിരിക്കുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി തരംഗമായ ചന്ദ്രലേഖ എന്ന പാട്ടുകാരിയുടെ അത്യാകർഷകമായ രാജഹംസമേ എന്ന ഗാനം ഒന്നുകൂടി നേരിൽ കേൾക്കാൻ വേണ്ടിയാണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചന്ദ്രലേഖ എത്തി. നാട്ടുകാരുടെ സ്വന്തം ഇന്ദിര. അതെനിക്ക് എൻ്റെ നവജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ആ ക്ലബിലൂടെ എനിക്ക് അത് ക്ലബിലെ പ്രോഗ്രാം മാത്രമല്ല, കേരളോത്സവത്തിൽ ജില്ലാ തലത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭൂഷറാണനാണ്. ഭൂഷറാണ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. പിന്നെ ബാക്കി ശശിസാറ്, പിന്നെ സുരേഷന്, മറ്റ് രാജേന്ദ്രനൻ, പിന്നെ അച്ഛൻ മാഷ്, കൈപ്പറ്റൂർ അച്ഛൻ മാഷ്, പിന്നെ മറ്റുള്ളവരെല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എൻ്റെ പ്രകാശണ്ണൻ ഇല്ലാത്തതാണ് കേട്ടോ. ഞാൻ ഇമോഷണലായി പോകും. കാര്യം പ്രകാശണ്ണനാണ് എന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാട്ട് എഴുതി അത് സംഗീതം ചെയ്ത്, സുരേഷണ്ണനായിരിക്കും മിക്കവാറും പാട്ടുകൾ എഴുതുന്നത്. അത് സംഗീതം ചെയ്ത് മുള കുറേ നടന്നു പറഞ്ഞ് അത് പാട്ട് ഞാനത് എനിക്ക് തിരക്കാ, എനിക്ക് വീട്ടിലെ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അണ്ണനത് എന്നെ പിടിച്ച് ഇരുത്തി അത് ഡയറിയിൽ, ആ ഡയറി ഇപ്പോഴും കൊണ്ട് സാക്ഷി, മൊത്തം പാട്ടുകൾ കണ്ട് എഴുതി ട്യൂൺ ചെയ്യും എൻ്റെ പ്രകാശണ്ണന്. അണ്ണൻ എനിക്ക് ഇല്ലാതെ പോയതിന് ഭയങ്കര സങ്കടം, പറയാൻ പറ്റത്തില്ല, ഇമോഷനായി പോവും. തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്തു ഇന്ദിര. പിന്നെ ബന്ധുവിന്റെ തേയ്ക്കാത്ത മുറിക്കുള്ളിൽ നിന്ന് പാടിയ ആ ഗാനം ഒരിക്കൽ കൂടി പാടി. പാട്ടിലൂടെ ആവേശം ജനങ്ങളിലേക്ക്. രാജഹംസമേ മഴവിൽ കൂടെ സ്നേഹദൂതുമായി വരുമോ? ഇടവേളകളിൽ അല്പം സംഭാഷണം നടത്താൻ അവസരം കിട്ടി. എൻ്റെ കൂട്ടുകാരിയുടെ ചേട്ടത്തി ലണ്ടനിലെ സ്റ്റാഫ് നേഴ്സാണ്. അപ്പം ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, മോളെ ഇതുപോലെ ഒരു പാട്ട് ഞാൻ കേൾപ്പിക്കാം, അത് നീ തന്നെയാണോ? കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, അത് നീ തന്നെ, വർഷങ്ങളായി ഞങ്ങളെ കണ്ടിട്ട്,
നീ തന്നെയാണോ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതിയെന്ന്. ചേച്ചി കേൾപ്പിച്ചു. ആ ചേച്ചി ഞാനിങ്ങനെ പാടിയിരുന്നു, മോൻ എന്നാ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, അവൻ എന്നെ ഇടുമെന്ന് എന്നോട് പറഞ്ഞു, അതാ ഞാൻ തന്നെ ചേച്ചി. ശരി എന്നും പറഞ്ഞ് പിന്നീട് ആ ചേച്ചി ഒന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കുറേ സമയം കൂടെ കഴിഞ്ഞ് ചേച്ചി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ചേച്ചിക്ക് ഇങ്ങനെ കൺഫ്യൂഷനായിപ്പോയി. എൻ്റെ ബന്ധു ബിജു എന്ന് പറയുന്ന ബിജു അണ്ണന് അതുപോലെ പറഞ്ഞു, മോളെ നീ പാടിയ ഈ പാട്ട് ഭയങ്കര ക്ലിക്കായിരിക്കുകയാണ്, കുറേ ചോദ്യം ഇതിനകത്ത് കമൻസ് വന്നിട്ടുണ്ട്. ആരാണ് ഈ കുട്ടി, ഏതാണ് ഈ കുട്ടി, ഈ പാട്ട് പാടിയ കുട്ടി ആരാണ്, കണ്ടെത്തുന്നവരാരായാലും എത്രയും വേഗം ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ തരുവാന്നും പറഞ്ഞിട്ട് കുറേ കമൻസുകൾ, മലയാളി നമ്മുടെ പ്രവാസി മലയാളികളുടെ കമൻസുകൾ മാത്രം അതിനകത്ത്. അപ്പം അണ്ണൻ എന്നോട് പറഞ്ഞ് ഹസ്ബൻഡിനോട് അനുവാദത്തോടു കൂടി തന്നെ കോണ്ടാക്റ്റ് നമ്പർ ഞങ്ങൾ ഇട്ടു. തുടർന്ന് പ്രവാസി മലയാളികൾ തുരുതുരാന്ന് ഫോൺ കോളുകൾ എൻ്റെ മൊബൈലിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ നിമിഷം വരെ. അതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അവരുടെ കോളുകൾ എന്ന് പറയുന്നത് അവരുടെ 3:30 രാത്രി 3:30 ആ സമയത്തും പിന്നെ കുറേ കോളുകൾ എന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കോളുകളാണ്. എല്ലാവരും കരഞ്ഞാണ് എന്നോട് വിളിച്ച് പറയുന്നത്, ചേച്ചി ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതലും, പിന്നെ ജ്യേഷ്ഠന്മാരൊക്കെ വിളിക്കുന്നുണ്ട്, കൂടുതൽ യൂത്താണ്. അവർ കരഞ്ഞാണ് പറയുന്നത്, ചേച്ചി ഞങ്ങൾ കരഞ്ഞു പോയി ചേച്ചി ആ പാട്ട് കണ്ട, ചേച്ചി ഇത്ര നാൾ എവിടെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞ പോലെ അതെല്ലാം ദൈവത്തിൻ്റെ ഓരോ നിയോഗമാണ്. ചന്ദ്രലേഖ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഒരു പാട്ട് പാടിച്ച് റെക്കോർഡ് ചെയ്തു. അപ്പം തന്നെ അവരോട് ഞങ്ങൾ പറയുണ്ടായി, ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടും, ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായാൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അതിന് ഫുൾ ക്രെഡിറ്റ് യൂട്യൂബിലെ കൂട്ടായ്മകളും ഫേസ്ബുക്ക് കൂട്ടായ്മകളും ഒപ്പം അതിനേക്കാൾ ഉപരി പ്രവാസി മലയാളികൾ ആണ് ഇതിന്റെ പിന്നിൽ. അവർക്ക് തന്നെയാണ് ഇതിന്റെ ക്രെഡിറ്റ്. ഇപ്പോൾ സമയം 3:30. 5 മണിക്ക് ഭർത്താവിന്റെ നാടായ റാന്നി വടശ്ശേരിക്കരയിൽ സ്വീകരണം. അടൂരിൽ നിന്ന് യാത്ര പറഞ്ഞ് മടക്കം. ആദ്യം ഭർത്താവിൻ്റെ നാട് മൊത്തം എന്നെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. എല്ലാവരും അയൽപക്കത്തുള്ളവരെല്ലാവരും വീട്ടിൽ വരികയും അവർ സ്നേഹത്തിൻ്റെ പൂജണ്ടുകളെല്ലാം തന്നുകൊണ്ട് വാരി വെതറിക്കൊണ്ട് ഇരിക്കുകയാണ്. MLA വന്നു, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പേഴ്സെല്ലാം വന്നു, അവരെല്ലാവരും ഇന്ന് മൊമെൻ്റ് തന്നു. ഇന്നത്തെ ദിവസം മുഖ്യമന്ത്രി സാർ എന്നെ വിളിച്ചു, ചിത്ര ചേച്ചി വിളിച്ചു. വളരെ ഞാൻ സ്വപ്നം കാണുന്നതിലും അപ്പുറം എൻ്റെ സ്വപ്നമായിരുന്നു ചിത്ര ചേച്ചി എന്നെ വിളിക്കുക എന്നുള്ളത്. അതിനും അപ്പുറം ഉയരങ്ങളിലാണ് എൻ്റെ ദൈവം എൻ്റെ മനസ്സ് നിർത്തിയിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് താരപരിവേഷം കിട്ടുന്ന ചുരുക്കം വ്യക്തികളിൽ ഒരാളായിരിക്കും ഒരു പക്ഷേ ചന്ദ്രലേഖ. ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്നത് യാഥാർത്ഥ്യമാവുന്നത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന അവസ്ഥയിലാണ് ചന്ദ്രലേഖ. ചന്ദ്രലേഖ എന്ന് പറയുന്ന ആളെ അവളെ ഞങ്ങൾ വിളിക്കുന്നത് ഇന്ദിര എന്നാണ്. അതായത് ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞനിയത്തിയാണ്. ഞങ്ങൾ ഒരുപാട് ലാളിച്ച് വളർത്തുക. ചെറുപ്പം മുതൽ സംഗീതത്തോടുള്ള ഒരു അഭിരുചി, ഒരു താല്പര്യം അവൾക്ക് അന്നേ ഉണ്ട്. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് ഏകദേശം 4 വയസ്സുള്ളപ്പോൾ ഗാനമേളയിൽ പങ്കെടുത്തുള്ള. അന്ന് കീബോർഡൊന്നുമില്ല. അന്ന് വെറും ഹാർമോണിയപ്പെട്ടി വെച്ച് കൈപ്പറ്റൂർ അച്യുതമാഷ് എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് ഗാനമേള നടത്തുന്നത്. തബലിസ്റ്റായിട്ട് നിന്നത്, തബല വായിച്ചത് രാജേന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. അതിനുശേഷം എൽ പി ക്ലാസ്സുകളിലും ലൈറ്റ് മ്യൂസിക്, സിനിമ പാട്ടുകൾ പാടി ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ UPS ക്ലാസ്സുകളിൽ ഹൈസ്കൂളിലൊക്കെ 2 പേര് തമ്മിൽ മത്സരമായിരുന്നു. ഇവർക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ വേറൊരു ഗായിയുണ്ട്, രേവമ്മ, അവർക്ക് സെക്കൻഡായിരിക്കും. ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടുമ്പം ചന്ദ്രലേഖയ്ക്ക് സെക്കൻഡായിരിക്കും. അങ്ങനെ നല്ല മത്സരം ഉണ്ടായിരുന്നു. മഴവിൽ പൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ
തുടിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ വയണപ്പുച്ചൂടുന്ന കാവേരോ വാസന്തിപ്പൂച്ചൂടുന്ന കാടേരോ വയണപ്പുച്ചൂടുന്ന കാവേരോ വാസന്തിപ്പൂച്ചൂടുന്ന കാടേരോ. അച്ഛൻ ഇരുത്തി പഠിപ്പിക്കായിരുന്നു. ഈ അമ്പലത്തിലൊക്കെ ഗാനമേള കേൾക്കാൻ പോകും. അന്ന് മോളെ കൂടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അവൾ ഓരോ പാട്ടുകളൊക്കെ കേട്ടവളങ്ങ് പഠിച്ചു. രണ്ടും ഒരുപോലെ ഉള്ളൂ. പഠിക്കാൻ പിടിക്കായിരുന്നു. പഠിത്തത്തിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പാട്ട് കേൾക്കുമ്പോഴും എവിടെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോഴും പാടാനും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു പാട്ടിന് ഞങ്ങൾ വിട്ടിട്ടില്ല, എന്തേ ഉള്ളൂ.